പാവം ശബരിമല അയ്യപ്പൻ ശരിക്കും പെട്ടുപോയി. ധർമ്മശാസ്താവാണ്, തത്വമസിയാണ് അദ്ദേഹത്തിൻ്റെ പൊതുതത്വം. തത്വമസി എന്ന് വലിയ അക്ഷരത്തിൽ ശബരിമലയിൽ എഴുതി കാണാം. അയ്യപ്പൻ ആരുടെ കൂടെയാണ് കണ്ടത്? പിണറായി വിജയൻ്റെയും MP ഗോവിന്ദ മാഷിയുടെ കൂടെ നിൽക്കണോ, അതോ BJP-ക്കാരുടെ കൂടെ നിൽക്കണോ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കൂടെ നിൽക്കണോ? ആകെ പ്രശ്നമായി. ഇതിലിപ്പോൾ ആരാ വലിയ വിശ്വാസി എന്നുള്ളതാണ് ഇപ്പോൾ തർക്കം. BJP-ക്കാരാണോ, വിശ്വ ഹിന്ദു പരിഷത്തുകാരാണോ, അതോ പിണറായി വിജയനും MP ഗോവിന്ദ മാഷും അടങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരാണോ ഇപ്പോൾ വലിയ വിശ്വാസി എന്നുള്ള വലിയ ചർച്ചയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ് അത്രയും. പണ്ട് 2018 ശബരിമലയിൽ യുവതികളെ കയറ്റിയതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ ഒരു പാപപരിഹാര ക്രിയ എന്നുള്ള നിലയ്ക്ക് പിണറായി വോട്ടിനും കൂടെ ഒരു അയ്യപ്പ സംഗമം നടത്തിയതിന് പാപപരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് BJP-ക്കാർ പറയുന്നത്. അതല്ല, ഈ വിശ്വാസികളുടെ മറവിൽ വലിയൊരു വ്യവസായ സംഘമാണ് നടത്താൻ പോണെന്നും ശബരിമലയിലെ വികസനവും പറഞ്ഞിട്ട് കൊള്ളയടിക്കാനുള്ള ശ്രമമാണെന്നുമാണ് BJP-യുടെ ആക്ഷേപം. ഇത് കേൾക്കണം, നമ്മുടെ പ്രേക്ഷകർക്ക് അഭിപ്രായം എന്താ? സത്യത്തിൽ യഥാർത്ഥ വിശ്വാസി ഇപ്പം ആരുടെ കൂടെ നിൽക്കണമെന്നൊന്നും ഒരു അന്തമില്ലാണ്ട് അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും കൊറോണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ ശബരിമലയുടെ വരുമാനത്തിലൊക്കെ കുറവ് വന്നു എന്ന് മാത്രമല്ല, ഈ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ BJP-ക്കാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും ചില ഹിന്ദു സംഘടനകളൊക്കെ ഇനി ശബരിമലയ്ക്ക് ആരും ഒരു 10 പൈസ കൊടുത്തു പോകരുത്, നമ്മളാരും ശബരിമലയ്ക്ക് പോകരുത് എന്നൊക്കെ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവിടുത്തെ വരുമാനം വലിയ കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 2-3 വർഷം ഈ കൊറോണയ്ക്ക് ശേഷം വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായി. ദേവസ്വം ബോർഡൊക്കെ കണഞ്ഞ് പരിശ്രമിച്ച് അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ക്യൂ വരിക, അവിടെ കുടിവെള്ളം കിട്ടാതെ വരിക, ഗതാഗത സൗകര്യം കിട്ടാതെ വരിക, പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ വരിക. അപ്പോൾ മണിക്കൂറുകളോളം അയ്യപ്പനെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരിക. വയസ്സായവരും കുട്ടികളും ഒക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന അയ്യപ്പന്മാരുടെയൊക്കെ രോഷം വലിയ തോതിൽ അണപൊട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ സുഖകരമായൊരു അയ്യപ്പ ദർശനമാണ് ഉണ്ടായത് എന്നാണ് ഒരുവിധം അയ്യപ്പന്മാരൊക്കെ പറയുന്നത്. അതിൽ ഈ BJP-ക്കാർക്ക് ചെറിയൊരു അസൂയയും വിഷമമൊക്കെ ഉണ്ട്. കാരണം അവരാദ്യം ഒരു കൊമ്പ് കോർക്കാനൊക്കെ നിന്നെങ്കിലും പിന്നീട് അവർക്ക് അത് ക്ലച്ച് പിടിച്ചില്ല അവരുടെ പ്രതിഷേധം കിടക്കുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കാൻ പോണത് ഒരു ആഗോള അയ്യപ്പ സംഗമം. എന്താ അവർ ഉദ്ദേശിക്കുന്ന അയ്യപ്പ വിശ്വാസികളുടെ സംഗമമാണോ, അതോ അവിടുത്തെ വികസനത്തിന് താല്പര്യമുള്ള കുറേ മനുഷ്യർ, വ്യവസായികൾ, അവിടെ പണം മറക്കാൻ താല്പര്യമുള്ളവർ, വിദേശികളായും സ്വദേശികളുമായിട്ടുള്ള അയ്യപ്പ വിശ്വാസികൾ അവരുടെ പണം കണ്ട് പിണറായിയും ഗോവിന്ദ മാഷൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. യുവതീ പ്രവേശനമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ് സർക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസ സംഗമം നടത്തുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ സത്യവാങ്മൂലം തിരുത്തി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറകോട്ട് പോയോ നിങ്ങളുടെ മനം മാറ്റം ഉണ്ടായോ? നിങ്ങൾ വിശ്വാസികളുടെ ഒപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യുവതികൾ കയറുന്നതിനെ എതിർക്കണമല്ലോ. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം നിങ്ങൾ സുപ്രീം കോടതിക്ക് കൊടുക്കണമെന്നാണ് ആരൊക്കെ പറയുന്നത്. ഈ BHP-ക്കാരും BJP-യും രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനൊക്കെ പറയുന്നത്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും കണ്ണ്. ഈ 3 രാഷ്ട്രീയ കക്ഷികളുടെയും കണ്ണതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു കണ്ണുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ തലപ്പത്തൊക്കെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ഇരിക്കുന്നെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വരുമാനം വരുന്ന ക്ഷേത്രം ശബരിമലയാണ്. അതിലെ വരുമാനം കൊണ്ട് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ ജീവിതമാണ് കഴിഞ്ഞു പോകുന്നത്. നമ്മൾ അയ്യപ്പനെ ആയാലും ശരി, അത് ദൈവങ്ങളായാലും ശരി, അവരെ ആശ്രയിച്ചും അവിടുത്തെ ഉപജീവനവും കഴിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ കടകവൃത്തിയും ചെയ്യുന്ന ഒരുപാട് ജീവനക്കാരുടെ കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നത് ഇത്തരം ശബരിമല പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ അവിടുത്തെ വരുമാനം മുടങ്ങിപ്പോയാൽ അന്നം മുട്ടുന്നത് ഇത്തരം ജീവനക്കാരുടെ കുടുംബങ്ങളിലായിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അത് മുടക്കാനായിട്ട് ആരിറങ്ങി തിരിച്ചാലും അത് ശരിയല്ല, അത് ദൈവനിന്ദയാണ് എന്ന് തന്നെ പറയേണ്ടത്.
അത് അയ്യപ്പ വിശ്വാസമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം കൂടണം, അവിടേക്കുള്ള സൗകര്യങ്ങൾ കൂടണം. ഇനിയും അവിടെ ലക്ഷോപലക്ഷം വിശ്വാസികൾ അവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് സുഗമമായി വന്നു പോകാനുള്ള സൗകര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും പണം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടേക്ക് ഒരു പൈസ കാണിക്കയിടരുത് എന്ന് പറയുന്ന ഈ ആൾക്കാരൊന്നും അവിടെ പോയിട്ട് പണം മുടക്കുന്നില്ലല്ലോ. ഈ വരുന്ന ഡെലിഗേറ്റ്സിനൊക്കെ എന്തിനാണ് വലിയ വലിയ ഹോട്ടലുകളിൽ താമസമൊരുക്കുന്നതെന്നൊക്കെയാണ് ഒരു ചോദ്യം. പമ്പയിൽ വിരിവിരിച്ച് കിടന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ വരുന്ന മുഖ്യമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും വലിയ മുതലാളിമാരൊക്കെ വന്ന് അവരോട് പമ്പയിൽ വിരിവിരിച്ച് കിടന്നോളാൻ പറയുക എന്നുള്ളത് അതൊരു സാമാന്യ മര്യാദയ്ക്ക് ദൈവവിശ്വാസവും അയ്യപ്പനും തന്നെ നഗ്നബോധനായി വരുന്നതാണെങ്കിൽ പോലും ഇത്തരം ഒരു യോഗത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഗമത്തിന് വരുമ്പോൾ അവരവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങളിലൊക്കെ നടത്തിയിട്ട് അവർ മല കയറി അയ്യപ്പനെ കാണുകയൊക്കെ ചെയ്യട്ടെ. പക്ഷെ ഒരു സംഗമത്തിനും ഒരു ആലോചനാ യോഗത്തിനും വരുമ്പോൾ അത് അതിൻ്റെ മര്യാദയോടുകൂടി ഒരു പുരോഗമന സമൂഹം എങ്ങനെ ചിന്തിക്കുന്നുവോ ആ രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ അവർക്കൊരു താമസ സൗകര്യവും ഭക്ഷണവും ഒരുക്കുന്നത് മഹാ അപരാധമായി ആരും കാണരുത് എന്നുകൂടിയാണ്. അതിൽ രാഷ്ട്രീയം കാണുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇന്ന് ഭരിക്കുന്നവർ നാളെ മാറിപ്പോകും. നാളെ ഈ BJP അധികാരത്തിൽ വരാം, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാം. അതുകൊണ്ട് ഇത്തരം ക്ഷേത്രങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ടോ വിശ്വാസ കേന്ദ്രങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ടോ എല്ലാവരും കൂടി നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ഇന്ന ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നൊന്നും പറഞ്ഞിട്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ CPM-ഉം സർക്കാരും മാത്രമാണ് അത് ചെയ്യുന്നതെങ്കിൽ നാളെ അവർ ക്രെഡിറ്റ് എടുത്ത് ഈ വിശ്വാസി സമൂഹം അവരുടെ കൂടെ പോയാൽ പോകും. പിന്നെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സഹകരിച്ചില്ല, കോൺഗ്രസ്സുകാർ സഹകരിക്കുന്നില്ല, BJP-ക്കാരും സഹകരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ CPM-കാർ ചിലപ്പോൾ വിശ്വാസികളുടെ കൂടെ ഞങ്ങളാണ് നിന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ വോട്ട് തേടിയെന്ന് വന്നാൽ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് തോന്നുന്നുള്ളത്. അത് ഈ മൂന്ന് കൂട്ടരും ഇരുന്ന് ചിന്തിക്കട്ടെ. കാരണം ഒരു ദൈവവിശ്വാസം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിശ്വാസം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിലും ലോകത്തിൻ്റെ എമ്പാടുമുള്ള വലിയൊരു വിശ്വാസി സമൂഹം എത്തുന്ന ഒരു കേന്ദ്രമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പോലും ഇവിടെ വന്ന ശരണയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് ശബരിമല കാലത്തൊക്കെ അദ്ദേഹം പ്രസംഗിക്കാറുള്ളത്. പക്ഷെ അദ്ദേഹം അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ എന്തെങ്കിലും സംഭാവന നടത്തിയിട്ടുണ്ടോ എന്നും അറിയില്ല. അത് കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ BJP-ക്കാർ പറയട്ടെ, അല്ല എതിർക്കുന്ന മാർക്സിസ്റ്റുകാർ പറയട്ടെ, കോൺഗ്രസ്സുകാർ പറയട്ടെ. പക്ഷെ എന്തായാലും കോൺഗ്രസ്സുകാർ ഈ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ന്യൂട്രലായിട്ട് നിൽക്കുന്നത്, അത് അപകടം ചെയ്യും. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ ശരി എന്നാണ് തോന്നുന്നത്. എന്തായാലും നന്മ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം.